ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എക്സാമിന് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ ഒരു മോഡൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്? ആക്ച്വലി ഈ ചാപ്റ്ററിലെ ഏറെക്കുറെ കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ചോദ്യമാണത്. ഇവിടെ നമുക്ക് രണ്ട് റിഗ്രഷൻ ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് റിഗ്രഷൻ ലൈൻസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ആരാണ് എക്സ് ഓൺ വൈ, ആരാണ് വൈ ഓൺ എക്സ്. ഇതായിരുന്നു നമ്മളെ രണ്ട് റിഗ്രഷൻ ലൈൻസ് എന്ന് പറയുന്നത്. ആൻഡ് എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? കോറിലേഷൻ കോഎഫിഷ്യന്റ് ആറ് നമ്മൾ കണ്ടെത്തണം. ആൻഡ് അതേപോലെ തന്നെ മീൻ വാല്യൂസ് എന്താണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് വരുന്നുണ്ടായിരിക്കുക. ഏകദേശം ഒരു 4-5 മാർക്കിൻ്റെ ചോദ്യമാണ് ഇത് വരുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അസംഷൻ ആണ്. അതായത് ഊഹിക്കുക. ഏകദേശം ഇപ്പോൾ ആരാണ് ഇതിൽ എക്സ് ഓൺ വൈ വൈ ഓൺ എക്സ് എന്നുള്ളത് നമ്മൾ പറയാം. ജസ്റ്റ് ഒരു അസംഷൻ ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഒരാൾ ഇതിൽ എക്സ് ഓൺ വൈ ആയിട്ട് നമുക്ക് എടുക്കാം, മറ്റേ ആൾ ഇതിൽ വൈ ഓൺ എക്സ് ആയിട്ട് എടുക്കാം. ആരെയാണ് ഇവിടെ എക്സ് ഓൺ വൈ വൈ ഓൺ എക്സ് ആയിട്ട് എടുക്കുന്നത്? ഞാനിവിടെ എടുക്കുന്നത് ആദ്യത്തെ ആളെ ഞാൻ വൈ ഓൺ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 26 - 3x - 2y = 0. ഇനി എക്സ് ഓൺ വൈ ആയിട്ട് ഞാൻ എടുക്കുന്നത് 31 - 6x - y = 0. ആരെ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഈ രണ്ടെണ്ണത്തിൽ ആരെ വേണമെങ്കിലും നമുക്ക് എക്സ് ഓൺ വൈ വൈ ഓൺ എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനി ഇതിന് ട്വിസ്റ്റ് ഇരിക്കുന്നത് ലാസ്റ്റിലേക്കാകുമ്പോൾ മനസ്സിലാവും. സോ ഇവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം എക്സ് ഓൺ വൈ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ്? എക്സ് ഓൺ വൈയുടെയും വൈ ഓൺ എക്സിൻ്റെയും ഇക്വേഷൻ നമുക്കൊന്ന് റീകോൾ ചെയ്യാം. എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു bxy ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതേപോലെ തന്നെ വൈ ഓൺ എക്സ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു byx ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഓൺ വൈ ആണ് നമ്മൾ ഇക്വേഷൻ എങ്കിൽ എക്സിൻ്റെ ടേം എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. വൈൻ്റെ ടേം എവിടെയാണ്? വൈയും കോഎഫിഷ്യൻ്റ് ഒക്കെ എവിടെയാണ്? റൈറ്റ് സൈഡിലാണ് വരുന്നത്. സോ ഇവിടെ എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ടേമിന് എന്താണ്? ഒരു ഭാഗത്തേക്ക് വെക്കാം. ഇവിടെ മൈനസ് വന്നതുകൊണ്ട് അതിനൊന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ മറ്റേ സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? അത് 6x എന്നായിട്ട് മാറുന്നുണ്ടായിരിക്കും. ഇനി ബാക്കി ഇവിടെ ആരൊക്കെയുള്ളത്? -y ഇവിടെ ഉണ്ട്. അതേപോലെ ആര് ബാക്കിയുണ്ട്? 31 ഉണ്ട്. 31 എന്താണ്? +31 ആണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെ എന്തെങ്കിലും കോൺസ്റ്റൻ്റ് എന്തെങ്കിലും വാല്യൂസ് കാണാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താക്കണം? ഇവിടെ നമ്മൾ എക്സിനെ ഒറ്റയ്ക്കാക്കണം. എന്താക്കുക? 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്ത് വരും? x is equal to -1/6y +31/6 എന്ന് കിട്ടും. ഇത്ര ആയിക്കഴിഞ്ഞാൽ അവിടെ നിർത്താം. പിന്നെ എക്സ് ഓൺ വൈ ആണ് നമ്മൾ ഇക്വേഷൻ എങ്കിൽ bxy എന്നുള്ള റിഗ്രഷൻ്റെ കോഎഫിഷ്യൻ്റ് എവിടെയാണ് വന്ന് നിൽക്കുന്നത്? വൈൻ്റെ കൂടെയാണ് അല്ലേ. അപ്പോൾ വൈൻ്റെ കോഎഫിഷ്യൻ വൈൻ്റെ കൂടെ നിൽക്കുന്നതാണ് എന്ത്? നമ്മളെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് bxy എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈൻ്റെ കൂടെ ആരാ ഉള്ളത്? -1/6 ആണ്. കോൺസ്റ്റന്റ് നോക്കരുത്, വൈൻ്റെ കൂടെയുള്ള വാല്യൂവിനെ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? bxy ആരാണെന്ന് നമുക്ക് കിട്ടി? -1/6 ആണെന്ന് കിട്ടി. അവിടെ വരെ സെറ്റ്. ഇനി വൈ ഓൺ എക്സ് ആണെങ്കിൽ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ കാണാം വൈൻ്റെ ടേംസ് ഒക്കെ എവിടെയാണ് വരുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. ബാക്കി എല്ലാ ടേംസും എന്താണ്? ഓപ്പോസിറ്റ് സൈഡിൽ വരണം. അപ്പോൾ ഇവിടെ വൈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ വൈനെ ഞാനാണ് അപ്പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2y എന്ന് കിട്ടും. ഇനി ബാക്കി ഇവിടെ ആരൊക്കെയുണ്ട്? -3x ഉണ്ട്, +26 ഉണ്ട്. അപ്പോൾ -3x ഉണ്ട്, +26 ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈ എന്താണ്? ഒറ്റയ്ക്കാണ്. ഇവിടെ വൈൻ്റെ കൂടെ എന്താണ്? കോഎഫിഷ്യൻസ് ഒന്നുമില്ല. അപ്പോൾ എന്താക്കണം? ഈ 2നെ എന്താണ്? അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് വൈനെ ഒറ്റയ്ക്ക് കിട്ടും. അപ്പോൾ -3/2x +26/2. വൈ ഓൺ എക്സ് ആരാണ് എന്നുള്ളത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ഇവിടെ വൈ ഓൺ എക്സിൻ്റെ കേസിൽ byx എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ റിഗ്രഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മളിതാ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എക്സിൻ്റെ എന്താണ്? കോഎഫിഷ്യൻ്റ് ആണ് എന്ത്? byx എന്ന് പറയുന്നത്. അപ്പോൾ byx ആരാണ് ഇവിടെ എക്സിൻ്റെ കൂടെ ഉള്ളത്? -3/2 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? -3/2 എന്ന് കിട്ടും. bxy കിട്ടിയിട്ടുണ്ട്, byx കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് വരാം. നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ <= 1 കിട്ടണം. അതൊരു പ്രോപ്പർട്ടിയാണ്. അതിവിടെ കിട്ടുന്നുണ്ടെങ്കിൽ
എൻ്റെ അസംഷൻ എന്താണ്, കറക്റ്റാണ്. ഇനി അത് കിട്ടുന്നില്ല എന്നാണെങ്കിൽ എൻ്റെ അസംഷൻ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും എന്നുള്ളത് നോക്കാം. bxy into byx that is equal to -1/6 into -3/2. 3ഉം 6ഉം ഇവിടെ 2 ക്യാൻസലായി. ഇവിടെ എന്ത് വരും, 1/4 ആണ് വരുന്നുണ്ടായിരിക്കുക. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 0.25 ആണ്. അപ്പോൾ എന്ത് കിട്ടും, <<1 ആണ് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. <1 ആണെങ്കിൽ എന്ത് പറയാം, അവർ അസംഷൻ ഇസ് റൈറ്റ്. അവർ അസംഷൻ ഇസ് റൈറ്റ്. എൻ്റെ ഊഹം എന്താണ്, ശരിയായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇമാജിൻ എൻ്റെ അസംഷൻ എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിലോ, ലൈക്ക് എക്സ് ഓൺ വൈ ആയിട്ട് ഞാൻ എടുത്തത് 26 - 3x - 2y വൈ ഓൺ എക്സ് ആയിട്ട് എടുത്തത് ഈ ഒരു ഇക്വേഷൻ ആണെങ്കിലോ, അപ്പോൾ എന്ത് വരും, ഫൈനലി അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ >1 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. >1 വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അസംഷൻ തെറ്റിപ്പോയാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ എന്താണ്, നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ എന്താണോ അത് നേരെ തിരിച്ചിടും. ആരാണോ എക്സ് ഓൺ വൈ ആയിട്ട് എടുത്തിട്ടുള്ളത് അവരെ വൈ ഓൺ എക്സ് ആക്കുക, ആരാണ് വൈ ഓൺ എക്സ് ആയിട്ട് എടുത്തുള്ളത് അവരെ എക്സ് ഓൺ വൈ ആക്കുക. നേരെ തലകുത്തനെ ഇട്ട് കഴിഞ്ഞാൽ ആൻസർ ശരിയായി. ഇത്രയാണ് അവിടെ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റിഗ്രഷൻ ലൈൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. കഴിഞ്ഞിട്ടില്ല. കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണണം. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇവിടെയാണ് നമ്മളുടെ അടുത്ത ഇക്വേഷൻ നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുള്ള r = +or - (byx into bxy). r ആണ് എന്ത്, നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ആൾ. r ആണ് നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ്. എന്ത് വരും, ദിസ് ഈസ് ഈക്വൽ ടു +or - (byx) എന്ന് പറഞ്ഞാൽ -3/2 ആണ്. bxy എന്ന് പറഞ്ഞാൽ -1/6 ആണ്. അപ്പോൾ -3/2 into -1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു +or - (1/4). കാൽക്കുലേഷൻ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എന്ത് വരും, ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ √0.25 ആണ്. ± അത് അവിടെ തന്നെ വേണം. ഫൈനൽ ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുമ്പോഴാണ് എന്ത്, ആ +or- നമ്മൾ മാറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ √0.25 എന്ന് പറയുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് 0.5 ആണ് വരുന്നത്. ഇനി ഇവിടെ പ്ലസ് കൊടുക്കണോ മൈനസ് കൊടുക്കണോ, ആറിൻ്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് വേണോ മൈനസ് വേണോ, അതും നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ സൈന് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് പ്ലസ് ആണ് വരുന്നതെങ്കിൽ ആറും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ സൈൻ മൈനസ് ആണെങ്കിൽ, അതായത് നെഗറ്റീവ് ആണെങ്കിൽ ആറും എന്ത് തന്നെയായിരിക്കും, നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിഗ്രഷൻ കോഎഫിഷ്യൻസ് രണ്ടാൾക്കാരുടെ സൈനും സെയിം ആയിരിക്കും. രണ്ടാൾക്കാരും ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, രണ്ടാൾക്കാരും നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് മിക്സ് ആയിട്ട് വരുന്നുണ്ടായിരിക്കില്ല. അതായത് ഒരാൾ പോസിറ്റീവ് ആണ് ഒരാൾ നെഗറ്റീവ് ആണ്, അങ്ങനെ ഒരിക്കലും വരില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാത്ത കേസിൽ നമുക്ക് എന്താണ് വരേണ്ടത്, രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് പോസിറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ പോസിറ്റീവ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് പറയാം, ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ആൻസർ എന്ത് വരും, r = -0.5 ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പോസിറ്റീവ് വാല്യൂയിലേക്കാണ് നമ്മൾ എടുക്കുക. ആൻഡ് ഇവിടെ ആണെങ്കിൽ -0.5 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. റീസൺ എന്താണ്, റിഗ്രഷൻ കോഎഫിഷ്യൻസ് നെഗറ്റീവ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ബി ക്വസ്റ്റ്യൻ, മീൻ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് വേണം, നമ്മൾ ഇക്വേഷൻസ് നമ്മളൊന്ന് എടുത്തെഴുതണം. ആ ഇക്വേഷൻ എഴുതുമ്പോണ്ടല്ലോ ഈ നമ്പറിനെ നമുക്ക് ഒരു സൈഡിലും ബാക്കി വേരിയബിൾസിന് മറ്റേ സൈഡിലും വെക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവരെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവരെങ്ങനെ നമുക്ക് മാറ്റി എഴുതാം, ഇവിടെ 26 = 3x + 2y, അല്ലെങ്കിൽ നേരെ തിരിച്ചു എഴുതാം, ഇവരെ പോസിറ്റീവ് വാല്യൂ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3x + 2y = 26. നെഗറ്റീവ് ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അതേപോലെ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 6x + y. 6xനെയും വൈനെയും ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി, നെഗറ്റീവ് സൈനുള്ള ആൾക്കാർ പോസിറ്റീവ് സൈനായി. ഇനി ഇവിടെ ബാക്കി എന്താ ഉള്ളത്, 31. ഇനി ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മീൻ വാല്യൂസ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 3x + 2y = 26. 3x +
2y is equal to 26. അടുത്ത ആൾ വരുന്നത് 6x plus y is equal to 31. 6x plus y equal to 31. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാണ് വേണ്ടത്. അപ്പം എക്സ് ബാർ വൈ ബാർ ആണ് നമ്മളുടെ മീൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? എക്സ് ബാർ വൈ ബാർ ആണ് നമ്മൾ കണ്ടത്. ഈ എക്സ് ബാർ വൈ ബാർ എന്നുള്ള ആൾക്കാരുണ്ടല്ലോ, രണ്ട് റിഗ്രഷൻ ലൈൻസിലും കൂടെയുള്ള കോമൺ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മീൻ വാല്യൂ കാണാൻ വേണ്ടി പറഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യനിൽ എന്താണ് ഇക്വേഷൻ തന്നിട്ടുള്ളത് അത് എടുത്തെഴുതുക. എന്നിട്ട് എല്ലാവർക്കും എന്താണ് ബാർ ഇട്ട് കൊടുക്കുക. ഇനി ഇവരെ സോൾവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കോഎഫിഷ്യൻസ് സെയിം ആയിരിക്കണം. ഏതെങ്കിലും ഒരാളുടെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരുടെയും സെയിം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ വൈനെ സെയിം ആക്കണം. എന്തുകൊണ്ടാണ്? ഇവിടെ 1 ഉണ്ട്. ആ 1നെ 2 ആക്കണമെങ്കിൽ ഞാൻ എന്താക്കണം? 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവരുടെ കോഎഫിഷ്യൻസ് എന്താണോ അത് വെച്ചിട്ട് ഓപ്പോസിറ്റ് ഉള്ള ഇക്വേഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 ആണ്, അപ്പോൾ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 1 ആണ്, മറ്റേ ഇക്വേഷനെ 1നെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എന്നുള്ളത് നോക്കാം. 3x ബാർ പ്ലസ് 2y ബാർ ഇസ് ഈക്വൽ ടു 26 എന്ന് കിട്ടും. മറ്റേത് എന്ത് വരും? 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 12x ബാർ പ്ലസ് 2y ബാർ ഇസ് ഈക്വൽ ടു 62 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി നമുക്ക് വരെ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 3 മൈനസ് 12 എടുത്തു കഴിയുമ്പോൾ നമുക്ക് മൈനസ് 9x ബാർ എന്ന് കിട്ടും. മൈനസ് 9x ബാർ. ഇനി ഇവിടെ മൈനസ് ആണെന്ന് എങ്ങനെയാണ് തീരുമാനിച്ചത്? എന്ത് ചെയ്താലാണ് വൈ ബാറിനെ കളയാനായിട്ട് പറ്റും? ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റ് എന്താണ് നമുക്ക് കളയാനായിട്ട് പറ്റുന്നത്? ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമുക്ക് കളയണം. അപ്പോൾ വൈ ബാറിനെയാണ് ഇവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം? ഇവിടെ മൈനസ് ചെയ്താലാണ് പോകുന്നുണ്ടായിരിക്കുക. 2 മൈനസ് 2 0 വരും. ഇവിടെ 26 മൈനസ് 62 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 36 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മൈനസ് 9നെയും കൂടെ കൊണ്ടുവരാം. മൈനസ് 36 ഡിവൈഡഡ് ബൈ മൈനസ് 9. ആൻസർ ആയിട്ട് വരുന്നത് 4 എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? 4 ആണ്. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് കിട്ടി. ഇനി വൈ ബാർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഞാനിപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ആണ് എടുക്കുന്നത്. 6x ബാർ പ്ലസ് വൈ ബാർ ഇസ് ഈക്വൽ ടു 31. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ആണ്. ആ 4 ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ 6 ഇൻറ്റു 4 പ്ലസ് വൈ ബാർ ഇസ് ഈക്വൽ ടു 31. വൈ ബാർ നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ 24 പ്ലസ് വൈ ബാർ ഇസ് ഈക്വൽ ടു 31. വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 31. 24നെയും കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 31 മൈനസ് 24 എന്ന് കിട്ടും. ആൻസർ ആയിട്ട് വരുന്നത് 7 ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഇവിടെ ഫൈനലി നമ്മൾ മീൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാർ വൈ ബാർ ഇസ് ഈക്വൽ ടു 4,7 ആണ് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഈ രണ്ട് റിഗ്രഷൻ ലൈൻസ് കൂട്ടിമുട്ടുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ 4,7 ആണ് എന്ത് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഈ ഒരു ചാപ്റ്ററിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടൊരു ധാരണ നമുക്ക് വേണം. ഏതൊക്കെയാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ ആൻഡ് അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പർട്ടീസിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ റിവിഷൻ തന്നെ തീർന്നൊരു എഫക്റ്റാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസിനും ഈസി ആയിട്ട് സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.